ഹലോ ഗായ്സ്, എല്ലാവർക്കും ലൈഫ് ഓഫ് മല്ലൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നമുക്കറിയാം, അബ്രോഡ് സ്റ്റഡീസിനൊക്കെ വരുന്ന ഒത്തിരി സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു പ്രശ്നമാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അക്കോമഡേഷൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് ജർമ്മനിയിലാണ്. അക്കോമഡേഷൻ ഇവിടെ ഭയങ്കര ക്രൈസിസാണ്. അക്കോമഡേഷൻ കിട്ടാനൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള ടൈമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ കയറി പറ്റാൻ, എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറി പറ്റണമെന്ന് ഓർത്ത് നമ്മൾ പെട്ടെന്ന് ചാടി കയറി ഒത്തിരി തീരുമാനങ്ങൾ എടുക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുത്ത് പറ്റിക്കപ്പെട്ട ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെയുണ്ട്. ഗായ്സ്, ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും അക്കോമഡേഷൻ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഗ്രൂപ്പ്, ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെയുള്ള ഗ്രൂപ്പ്, അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ നമ്മുടെ അക്കോമഡേഷനൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൽ ജെന്യൂനായിട്ടുള്ളവരുണ്ട്, ഫേക്കായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഒത്തിരി സ്റ്റുഡൻസിനെയൊക്കെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു കാര്യമാണ്, അവരാദ്യമേ ഡിപ്പോസിറ്റ് ചോദിച്ചു. അങ്ങനെ കോൺട്രാക്റ്റ് പിറ്റേ ദിവസം വന്ന് എഴുതാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പൈസയും കൊണ്ട് മുങ്ങിയ ടീംസാണ് ഇവിടെയുള്ള മിക്കവരും. അപ്പോൾ ആരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇങ്ങോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അക്കോമഡേഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു അക്കോമഡേഷനെ കുറിച്ച് മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അന്വേഷിച്ച് മാത്രം നിങ്ങൾ അത് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടും. അതുപോലെ തന്നെ നാട്ടിലുള്ളവർ ആണെങ്കിൽ അവിടെ നിന്ന് ജർമ്മനിയിലേക്ക് മെസ്സേജ് അയച്ചും അങ്ങനെയൊക്കെ ചോദിച്ച് ഓരോ ഏജൻറ്റിനോടും ഇതൊക്കെ ചോദിച്ച് റൂം സെറ്റാക്കുന്നവരുണ്ട്. അപ്പോൾ ജെന്യൂനായിട്ടുള്ളവരുണ്ട് ഇതിൽ. പക്ഷേ എന്നാലും നമ്മൾ അത് ജെന്യൂനാണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ജസ്റ്റ് നിങ്ങളെ ശരിക്കും അറിയാവുന്ന ഫ്രണ്ട്സുകളോടൊക്കെ ചോദിച്ച് അവരോട് ജസ്റ്റ് ഒന്ന് പോയി കാണാനൊക്കെ പറഞ്ഞിട്ട് വേണം നിങ്ങളതൊന്ന് ഫിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ പറ്റിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ ഒത്തിരി സ്റ്റുഡൻസിനൂടെ പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പേര് നിങ്ങൾക്ക് ഫോട്ടോയൊക്കെ അയച്ചു തരും വീടിൻ്റെ. അപ്പോൾ ആ വീടിൻ്റെ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വീണു പോകും, അട്രാക്റ്റീവായി വീണു പോകും. ബിക്കോസ് അത് കാണുമ്പോൾ അടിപൊളി വീടൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ നേരിട്ട് പോകുമ്പോൾ അതിൽ ഒത്തിരി പോരായ്മകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രമിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് മാക്സിമം നേരിട്ട് പോയി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ഊടായ്പ് സ്കാമേഴ്സ് ഉണ്ട്. അവർ നല്ല രീതിയിൽ റേറ്റ് കൂട്ടിയിട്ട് നിങ്ങളെ ആ വലയിലാക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ പെട്ടുപോകാതിരിക്കുക. മാക്സിമം നിങ്ങൾ ഒത്തിരി റീസർച്ചൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല അക്കോമഡേഷൻ, നല്ല കോൺട്രാക്റ്റ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കോൺട്രാക്റ്റ് എത്ര മാസമുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കോൺട്രാക്റ്റുള്ള അക്കോമഡേഷൻ മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഒത്തിരി പേര് കോൺട്രാക്റ്റ് ഇല്ല, അത് പിന്നെ തരാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് പൈസ മേടിച്ച് അതിൽ താമസിപ്പിക്കാൻ നോക്കും. പക്ഷെ ഒരിക്കലും അത് ചെയ്യരുത്. കോൺട്രാക്റ്റ് എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു പ്രൂഫാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ മണി ഇപ്പോൾ ഈ പറഞ്ഞ ഏജൻറ്റിനോ അല്ലെങ്കിൽ അവിടുത്തെ ഹൗസ് ഹോൾഡറിനോ പൈസ കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അക്കൗണ്ട് ത്രൂ മാത്രം അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടേതായ ഒരു പ്രൂഫ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ നമുക്ക് അത് ലീഗലായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കുറച്ച് പ്രൂഫ് വേണം. അപ്പോൾ ഇതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു അക്കോമഡേഷനിൽ താമസിക്കുമ്പോൾ അവിടെ നിന്ന് വേറെ അക്കോമഡേഷനിലേക്ക് ട്രാൻസ്ഫർ ആവുമ്പോൾ നമുക്ക് ഡിപ്പോസിറ്റ് നമ്മൾ കൊടുത്തത് നമുക്ക് തിരിച്ച് കിട്ടേണ്ടതാണ്. അപ്പോൾ അവർ നമ്മുടെ അക്കോമഡേഷനിൽ പല പ്രോബ്ലംസും, നമ്മൾ അത് പൊട്ടിച്ചു ഇത് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ ഓരോ കാരണത്താൽ നമ്മുടെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റ് മറയ്ക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു അക്കോമഡേഷൻ ചൂസ് ആദ്യമേ ചെയ്യുമ്പോൾ ആ വീടിൻ്റെ പ്രോബ്ലംസ് എന്തെങ്കിലും നശിച്ചിട്ടുണ്ടോ ഇതൊക്കെ നിങ്ങളുടെ ഒരു ഫോണിൽ ഫോട്ടോ എടുത്ത് വയ്ക്കുക. എല്ലാ പ്രോബ്ലംസും നിങ്ങൾ ഫോട്ടോ എടുത്ത് വയ്ക്കുക. അപ്പോൾ
അവസാനം നിങ്ങൾ ആ അക്കോമഡേഷനിൽ നിന്ന് വേറെ അക്കോമഡേഷനിൽ പോകാൻ നേരത്ത് അങ്ങനൊരു സാഹചര്യം അവർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലൊരു പ്രൂഫ് ഉണ്ടാവും. അത് നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനകരമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഗായ്സ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.